കഴിച്ചില്ല, അങ്ങനെ പറ്റിപ്പോയതാ. അല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മരുന്ന് കഴിക്കാതെ വെച്ചായിരുന്നു. പിന്നെ അന്ന് ഉച്ചയ്ക്ക് കുഴപ്പമില്ലായിരുന്നു, വൈകിട്ട് ഉച്ച വരെ കഴിച്ചു, വൈകിട്ട് കഴിച്ചില്ല. പിറ്റേ ദിവസം എന്താണെന്നറിയോ, രാവിലെയും കഴിക്കാതെ പോയി. എന്നിട്ട് ഉച്ചയായപ്പോൾ വന്ന് നല്ലപോലെ പെയിൻ്റെ കളറൊക്കെ അടിച്ച് തല നല്ലപോലെ തേച്ച് കഴുകി വൈകിട്ടായപ്പോഴത്തേന് പുള്ളിക്കാരൻ കിടന്നുപോയി, പനി കൂടി. ഞാൻ വഴക്ക് പറഞ്ഞതാ. ഹായ് വിനിക്കുട്ടി, കിച്ചി ചേച്ചീന്ന്. ഉച്ചയ്ക്ക് വന്നപ്പോൾ കാര്യം പറയാൻ പറ്റിയില്ലായിരുന്നടാ. ഹരിക്കുട്ട എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് തമ്പി ബ്രോ. ഹരിക്കുട്ടൻ അമ്മൂ എന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കൊടുക്കുന്ന അമ്മൂന്. നീൻസ് ഞാൻ വാച്ചിങ് ആണേന്ന് പറയുന്നുണ്ട് നീന്. നല്ല ക്ഷീണമുണ്ട് തൊണ്ടടാ, ജോലി. ഉച്ച കഴിഞ്ഞ് ഒന്ന് കിടന്നുറങ്ങിയപ്പോൾ വെള്ളം വന്നു, പടേന്ന് എണീറ്റ് ഉറങ്ങിയതാ ഞാൻ. ആ ഉറക്കത്തിൽ നിന്ന് തന്നെ പെട്ടെന്ന് എണീറ്റ് പോയി. 1 കിൻഡൽ തുണി ഉണ്ടായിരുന്നു, നാളെ സമയം കിട്ടത്തില്ല, ഹോളിയാ. അതെല്ലാം കഴുകിയിട്ട് പകുതി ഉണക്കി സൈഡിലിട്ടേക്കുന്നു. അത് കഴിഞ്ഞ് നേരെ മാർക്കറ്റിൽ പോയി. ഓ എൻ്റെ പൊന്നേ, ഒന്നും പറയണ്ട. പാത്രം കഴുകലാണ്. ഓക്കെ. നീനുമ്മ ഈവനിങ് ലൈവ് വരാൻ പറ്റിയില്ല, പിള്ളേർ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നു. അമ്മൂ വിളിക്കുന്നു വിനി ചേച്ചിന്ന്. ഹായ് വിനി എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നതിന് വിവേക്. വിനിമോളേന്ന് പറഞ്ഞ് ചോക്ലേറ്റ് കൊടുക്കുന്ന ഹരിക്കൂട്ടിന് എല്ലാവർക്കും കേട്ടോ. ഇന്ന് പൊറോട്ടയായിരുന്നു. ഓ എനിക്ക് വയ്യ. എൻ്റെ അമ്മൂന് ഇപ്പോൾ ഇഷ്ടമാണ്, ഭയങ്കര. മറ്റേ ഇഷ്ടമല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കൈ തുടച്ച് മെസ്സേജ് ടൈപ്പാക്കാൻ പറ്റില്ല. വോയിസ് ഉണ്ടായിരുന്നു, എന്തല്ലായിരുന്നില്ലേ. അമ്മ ചേച്ചി ഹായ് പറയുന്നുണ്ട്. വിനീത ബിരിയാണി ഹായ് എന്ന് പറയുന്നുണ്ട്. നല്ല പേര് ബിരിയാണി. ഇത് നട്ടപ്പാതിരയ്ക്ക് ചെക്കന്മാരെ കൊതിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഐഡിയ. എനിക്ക് മനസ്സിലായടാ. ഞാൻ അതുകൊണ്ടല്ലേ സ്ഥലത്തിൻ്റെ ബാബാച്ചിയെ പുരാണം മൊത്തം ഓടിയോ. പുരാണം എല്ലാം കഴിഞ്ഞു, ഇനി അടുത്തത് അമ്മുവാ. അമ്മു ഹരിക്കുട്ടൻ നോക്കുന്നുണ്ട്. നീനുമ്മ പാത്രം പിന്നെ കഴുകാൻ. എപ്പാ നമ്മുടെ അനിൽ ചിരിക്കുന്നുണ്ട്. അമ്മ ഇവിടെ തണുപ്പാണ് ബ്രോ, ഇവിടെ തണുപ്പാണ്. ഇപ്പം തണുപ്പ് കുറഞ്ഞെന്ന് വേണം പറയാം. ഇതൊക്കെ എന്ത് ബ്രോ, നേരത്തെ എൻ്റെ ലൈവിലൊന്നും വരണമായിരുന്നു, ഒരു 2 ആഴ്ച മുന്നേ പറഞ്ഞ വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഇരിക്കുന്നത്. ഇപ്പം തണുപ്പ് കുറഞ്ഞു വരുന്നു. നാളെ ഹോളിയാ കഴിഞ്ഞാൽ നല്ലപോലെ കുറയും, ചൂടാവും കേട്ടോ. ഉച്ചയ്ക്കൊക്കെ തണുപ്പാണ്, അയ്യോ ചൂടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ശാലം തണുപ്പുണ്ട് കേട്ടോ, അതുണ്ട്. ഇനിയിപ്പം നല്ല ചൂട്, നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ ചൂട്. ഹരിച്ചേട്ടാന്ന് പറഞ്ഞിരിക്കുന്നു, അമ്മൂൻ ചിരിക്കുന്നു. ഹരിക്കുട്ടന് അമ്മു ചേച്ചി അത് പിന്നെ പറയണോന്ന് ചോദിക്കുന്നുണ്ട് വിനീത്. വിനി ഇന്ന് ചെടി നനച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നു വിവേക് ബ്രോ. അമ്മു ചിരിക്കുന്നു. എല്ലാരും കഴിച്ചോന്ന് ചോദിക്കുന്നു ഹരിക്കുട്ടൻ. അങ്ങേറെ ഇതുവഴി എങ്ങാനും വന്നാലും അറിയാൻ പറ്റും. സാരമില്ല, നമുക്ക് ഏതായാലും മതി. സാമിയാണ്ട വീണ്ടും വന്നു ചിരിച്ചു. അതെന്നുമുണ്ട് ബിരിയാണി. അമ്മു 10 കഴിഞ്ഞ ഇറങ്ങുന്നേ. സുധീഷ് എന്ന് പറയാം. കഴിച്ചോ ബ്രോയെ? കഴിച്ചോ? മുമ്പ് ബിരിയാണിയുടെ കാര്യമൊക്കെ പറയുന്ന കേട്ടു. അമ്പിളിമോളെ എന്ന് വിളിക്കുന്നുണ്ട്. അമ്പിളിമോളെയാ പിടുത്തം വിട്ടേക്കുന്നത് കേട്ടോ. സ്വാമി ഇന്നലെ തൊട്ട് അമ്പിളിമോടെ പുറയില്ല. വയസ്സ് കണക്ക് തെറ്റാ കിട്ടുമ്പ. എത്ര വയസ്സാണ് ദൈവത്തിനറിയാം സ്വാമിയുടെ. അതാ ബിരിയാണി ടോക്ക് വേണ്ടാന്ന് എനിക്കറിയാം, ഞാനൊന്ന് കേട്ടത്. അല്ല, ഇന്നലെ എന്തോ വിവേകുറ പറഞ്ഞില്ലേ അമ്മ ബിരിയാണി വെക്കുന്നു എന്നൊക്കെ. ഇന്നലെ ബിരിയാണി ഇല്ലായിരുന്നു. സ്വാമി പറഞ്ഞു. നമ്മുടെ തമ്പി ബ്രോ പോയോ? പൊറോട്ട എന്ന് പറഞ്ഞിട്ടൊക്കെ പോയോ? കഴിച്ചു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ, വന്നതിൽ ഇത്ര നേരം സംസാരിക്കാൻ പറ്റില്ല. താങ്ക് യു കേട്ടോ, സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. അയ്യോ, സാമ്പാർ കൂട്ടാൻ ആരും ചെല്ലാഞ്ഞിട്ട് കമിഴ്ത്തി കളഞ്ഞിട്ട് വന്നു. അയ്യോ, തപസരിക്കാൻ വയ്യ കുഞ്ഞെ, ദോശ ചട്ടിയിൽ പോകുന്നു. തപസരിക്കാൻ വയ്യ കുഞ്ഞേന്ന് ദോശച്ചട്ടിയിൽ പോയിരുന്നു. എന്റെ ഫോണ് DJ, ഹോളിയുടെ DJ ആഘോഷം. താണ്ടടേ ചേട്ടാ, അടങ്ങിയിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരമാണ് ബിരിയാണി. അമ്മ ബിരിയാണി വെച്ചു, രാത്രി വയറ് പ്രോബ്ലം പറഞ്ഞത് കുടുങ്ങി. എന്റെ ദൈവം, എല്ലാരോടും എന്തിനാ പറഞ്ഞ. അയ്യോ, DJ കൃഷ്ണ അത് DJ ഇടയ്ക്കിടയ്ക്ക് അത് ഈ ലൈറ്റിന്റെ പ്രശ്നം. സപ്പോർട്ട് തരാം. താങ്ക് യു ബ്രോയെ, താങ്ക് യു സോ മച്ച്. സ്വാമി ചിരിക്കുന്നു. DJ പാർട്ടി.